ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ മാത്രമല്ല, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കൂടി നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് വസ്തു വാങ്ങിയതിന് ശേഷം നിങ്ങൾ അതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ്, കൺസ്ട്രക്ഷനോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ അഡീഷൻ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇംപ്രൂവ്മെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ടോട്ടൽ കൺസിഡറേഷനിൽ നിന്ന്, അതായത് വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ്. ഇതിനും നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഷോർട്ട് ടൈമിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതായത് നേരത്തെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസ് പറഞ്ഞു, അതിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ടോട്ടൽ കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് ആക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിലും ഡയറക്റ്റ്ലി ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, സെയിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ ഒന്നിനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റോ മറ്റ് എക്സ്പെൻസോ ഒന്നും കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണെങ്കിൽ നിങ്ങൾക്ക് സെയിലുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ആക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും, ഈ രണ്ട് കേസുകൾക്ക് നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൂടി അവിടെ ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് 20% കഥ വരുന്നത്. 20% നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഡെക്സേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് കുറച്ചതിന് ശേഷം നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതിയാകും. അതല്ല 12% നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് 2024 ജൂലൈ 23 മുൻപ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ലാൻഡ് ഓർ ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. ഇനി അതിന് ശേഷമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കില്ല. അതായത് 12%, 20%, വിത്ത് ഇൻഡെക്സേഷൻ, വിത്തൗട്ട് ഇൻഡെക്സേഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ 12% എന്നുള്ള ഒറ്റ ഓപ്ഷൻ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൺസൾട്ടേഷൻ, ITR ഫയലിംഗ് സർവീസുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.